ഇന്ന് രാവിലെ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചൊരു വാർത്തയായിരുന്നു. തൊടുപുഴയിൽ PWD എടുത്ത കുഴിയിൽ കുടുങ്ങി ഒരു മനുഷ്യൻ മരിച്ച വാർത്ത. PWD അനാസ്ഥയിൽ ഒരു മരണം കൂടി. ഇടുക്കി തൊടുപുഴയിൽ കുഴിയിൽ വീണ യുവാവിന് ദാരുണാന്ത്യം എന്ന വാർത്ത റിപ്പോർട്ടറാണ് പ്രേക്ഷകരെ അറിയിച്ചത്. മുതലക്കോടത്ത് കലുങ്ക് നിർമ്മിക്കാൻ റോഡരികിലെടുത്ത കുഴിയിൽ വീണാണ് അപകടമുണ്ടായത്. മുതലക്കോടം സ്വദേശി ജെയ്സ് ബെന്നിയാണ് മരിച്ചത്. നമുക്ക് ചില പ്രതികരണങ്ങളുണ്ട്. അതിനു മുമ്പ് നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡിന് സൈഡിൽ തെന്നി മാറുന്നുണ്ട്. ആ സമയത്ത് അവിടെ വലിയൊരു കുഴിയുണ്ടായിരുന്നു. കലുങ്കിന് വേണ്ടി എടുത്തിട്ടിരുന്ന കുഴിയിലാണ് ആ ബൈക്ക് വന്ന് വീഴുന്നത്. വീണ മാത്രയിൽ തന്നെ ഗുരുതരമായി പരിക്കേറ്റു. ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ജെയ്സ് ബെന്നിയെ രക്ഷിക്കാൻ സാധിച്ചില്ല. 27 വയസ്സായിരുന്നു. ബൈക്ക് അല്പം സ്പീഡിലായിരുന്നു. നിയന്ത്രണം വിട്ടു എന്നുള്ളത് വാസ്തവമാണ്. ആ ബൈക്ക് വരുന്നത് പ്രേക്ഷകർക്ക് കാണാം. ഒരു ചെറിയ വളവാണ്. റോഡിൽ നിന്ന് പുറത്തേക്കിറങ്ങി ബൈക്ക് മുന്നോട്ട് വരുന്നതിനിടയിലാണ് ഒരു വലിയ കലുങ്കിന് വേണ്ടിയിട്ടുള്ള കുഴി. അവിടെ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അവിടെ പ്രതികരണമുണ്ട്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ഇപ്പോൾ ഒരു 4-5 അപകടം ഈ കുഴി നടക്കണത്. ഇത് 10-15 വർഷമായിട്ട് ഇതിങ്ങനെ തന്നെ കിടക്കുവാണ്. ഇതുവരെ അതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഞങ്ങൾ കൗൺസിലർ എല്ലാവരും ഞങ്ങൾ പറഞ്ഞ പരാതി PWD പരാതി കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെ അത് ശരിയാക്കി എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഒരു മാസത്തിലേറെയായിട്ട് കുഴി മൂടാതെ അപകടാവസ്ഥയിൽ ഇട്ടിരിക്കുകയായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ സുരേഷ്, തികഞ്ഞ അനാസ്ഥയെന്ന് തന്നെ പറയേണ്ടി വരും. 3-4 അപകടങ്ങൾ ഉണ്ടായി എന്നൊരു സാക്ഷി തന്നെ നമ്മളോട് പറയുന്നുണ്ട്. നാട്ടുകാരൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ആ ബൈക്ക് അവിടെ വന്ന് വീഴുന്ന കാഴ്ച വളരെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. ശരിയാണ്, റോഡിൻ്റെ നടുക്കല്ല, റോഡിൻ്റെ സൈഡിലാണ്. പക്ഷേ കലുങ്കിന് വേണ്ടി ഒരു മാസമൊക്കെ കുഴി ഇങ്ങനെ നികത്താതെ ഇടുക, അവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ കാര്യമായി വെക്കാതിരിക്കുക, ഒരു റിബണെങ്കിലും വലിച്ചവിടെ കെട്ടാമായിരുന്നു, അതുപോലും കെട്ടിയിട്ടില്ല. 27 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് പോയത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? രാഹുൽ സുരേഷ്, നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഇത് ആദ്യമായിട്ടല്ല ആ കുഴിയിൽ വീണ് അപകടം ഉണ്ടാകുന്നത്, അല്ലേ? ഡോക്ടർ അരുൺ, PWD ഒരുക്കിയ മരണക്കുഴിയിൽ വീണ ഒരു യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കുറേയധികം പ്രതീക്ഷകളുമായി മുന്നോട്ട് പോയിരുന്ന മുതലക്കടം സ്വദേശി ജെയ്സ് ബെന്നിക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇത് ആദ്യത്തെ സംഭവമല്ല. അടുത്ത കാലത്ത് തന്നെ 3-4 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഈ ദൃക്സാക്ഷിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ട ഈ ദൃക്സാക്ഷി ഉൾപ്പെടെയാണ് ഇന്നലെ ആ യുവാവിനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച അല്പസമയത്തിനുള്ളിൽ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ഒരു മാസം മുമ്പെയാണ് ഈ പ്രദേശത്ത് ഈ കുഴി കുഴിക്കുന്നത്. ആ കലുങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ആ കുഴി അവിടെ നിർമ്മിക്കുന്നത്. അതിനുശേഷം കലുങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറേയധികം തർക്കങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടാവുകയാണ്. പക്ഷേ ആ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും ആ കുഴി നികത്താനോ അല്ലെങ്കിൽ അവിടെ ആവശ്യമായ സൂചനാ ബോർഡുകളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒരുക്കാനോ PWD തയ്യാറായില്ല എന്നാണ് പറയുന്നത്. നേരത്തെ കൗൺസിലറുമായും ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് PWDയെ ഈ വിഷയം ധരിപ്പിച്ചതാണ്. മുമ്പുണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു നാട്ടുകാരും വ്യാപാരികളും അടക്കമുള്ള ആളുകൾ പരാതിയുമായി എത്തിയത്. പക്ഷേ ആ പരാതിക്ക് പുല്ലുവില നൽകുകയാണ് PWD ചെയ്തതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണ് ഇന്നലെ രാത്രിയിൽ ഒരു യുവാവിന് ജീവൻ നഷ്ടപ്പെടുന്നത്. ജെയ്സിനെ കുറിച്ച് പറയുമ്പോൾ ജെയ്സ് വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തി വരുന്നതിനിടെ ഇന്നലെ തൊടുപുഴയിൽ പോയി തിരികെ വരുമ്പോഴാണ് അപ്രതീക്ഷിതമായി അപകടം ഉണ്ടാവുന്നത്. CCTV ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു വളവ് തിരിഞ്ഞു വരികയാണ്. ആ വളവ് തിരിയുന്നതിനിടയിൽ എന്തോ ഒരു കാരണവശാൽ ആ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. റോഡിലൂടെ അല്പം നിരങ്ങി നീങ്ങിയ ശേഷം ആ കുഴിയിലേക്ക് വീഴുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൃതദേഹം നിലവിൽ ആശുപത്രിയിലാണ് ഉള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും. ആ റോഡ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? നോക്കൂ, ആ കുഴി അവിടെ കൃത്യമായിട്ടൊന്ന് മൂടിയിട്ടിരുന്നെങ്കിൽ അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചെങ്കിൽ, മുന്നറിയിപ്പ് ബോർഡ് വെച്ചാലും ഒരു പക്ഷേ ആ വണ്ടി ഇങ്ങനെ വരുന്നത് കൊണ്ട് അതിനകത്ത് വന്ന് വീഴാൻ ഉള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇതാണ് അവിടുത്തെ കുഴി. ആ കുഴി മൂടാതിട്ടിരുന്നത് കൊണ്ടാണ് അപകടമുണ്ടായത്. ഇതൊക്കെയാണ് നമ്മുടെ PWD റോഡുകളുടെയൊക്കെ അവസ്ഥ. ഇത് PWD റോഡ് തന്നെയല്ലേ രാഹുൽ? തീർച്ചയായിട്ടും വരും. PWD റോഡ് തന്നെയാണ്. തൊടുപുഴയ്ക്ക് വണ്ണപ്പുറത്ത് നിന്ന് നമ്മൾ തൊടുപുഴയ്ക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡ് തന്നെയാണ്. വണ്ണപ്പുറത്ത് നിന്ന് മുതലക്കുടം വഴി തൊടുപുഴയിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ഇടുക്കിയിലേക്ക് എത്തുന്ന മലയോരത്തേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ്. ആവശ്യത്തിലധികം വീതിയൊക്കെയുള്ള റോഡാണ്. ഒരുപക്ഷെ ആ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവിടെ ഒരു കലുങ്ക് നിർമ്മിച്ചുകൊണ്ട് കൂടുതൽ നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ അതിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ആ നിർമ്മാണ പ്രവർത്തികൾ തടസ്സപ്പെടുകയുമായിരുന്നു. പക്ഷേ ആ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴും ഒന്നെങ്കിൽ ആ കുഴി നികത്താനുള്ള നടപടികൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം, അല്ലെങ്കിൽ ആ കുഴിക്ക് സമീപം
ആളുകളാണെങ്കിലും നടക്കുന്ന ആളുകളാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും വീഴാതിരിക്കാൻ വേണ്ടി സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ സാധാരണ നമ്മൾ ഒരുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു റിബൺ പോലും വലിച്ചു കെട്ടാൻ ഈ PWD ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. ശ്രദ്ധയിൽപ്പെടാത്ത സംഭവമല്ല, കാരണം മന്ത്രിമാരും MLA-മാരും ഉൾപ്പെടെ കടന്നു പോകുന്ന റോഡാണ്. അതുകൂടാതെ PWD ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ആളുകളും വ്യാപാരികളും കൗൺസിലർമാരും ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയ സംഭവമാണ്. എന്നിട്ടും ഒരു അലംഭാവം ആരുടെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ് ഒരു പാവപ്പെട്ട യുവാവിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സംഭവത്തിലേക്ക് ശരി രാഹുൽ, ശരി. എന്തായാലും ആ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്, അതിനകത്തൊരു സംശയമില്ല. നല്ല കണ്ണാടി പോലത്തെ റോഡ് ഉണ്ടാക്കി വെക്കുക കേട്ടോ, നല്ല കണ്ണാടി പോലത്തെ റോഡ്, അല്ലാതെ സംശയമൊന്നുമില്ല, സൂപ്പർ റോഡാ. പക്ഷേ ആ റോഡിന്റെ വശത്ത് ആവശ്യത്തിന് കുഴികളുണ്ടെങ്കിൽ എടുത്ത് മൂടാനായിട്ട് മറക്കും. മനുഷ്യരെ ഒടുവിൽ ആ കുഴി കൊണ്ട് ചാടിക്കലാണ് പരിപാടി. വാരിക്കുഴി ഒഴുക്കുന്നതും ചില PWD ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരു ഹരമാണ് എന്ന് തോന്നുന്നു. മന്ത്രി ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? റോഡ് വൃത്തിയായിട്ട് ഉണ്ടാക്കിയിട്ടാൽ മാത്രം പോരാ, റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കുഴികളുണ്ടോന്ന് കൂടി അറിയണ്ടേ? ചെറുപ്പക്കാരാണ് അവർ, വണ്ടി ഓടിക്കുമ്പോൾ ചിലപ്പോൾ നീന്തനമൊക്കെ വിട്ടുന്നിരിക്കും. അവരുടെ ജീവനെടുക്കാൻ മാത്രം ഇങ്ങനെ വാരിക്കുഴികൾ ഉണ്ടാക്കി വെക്കരുത് എന്ന് മാത്രമേ നമുക്ക് അധികാരികളോട് പറയാനുള്ളൂ. ഇതൊക്കെ നേരത്തെ മൂടിയിരുന്നെങ്കിൽ ഒരു മനുഷ്യനിപ്പോൾ, ആ ചെറുപ്പക്കാരനിപ്പോൾ ജീവനോടെ കണ്ടേനെ.